അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സാജിദ് രംഗാടിയാണ്. എന്നെക്കുറിച്ച് ഇപ്പോൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയകളിലും ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ KNMന്റെ ആളെന്നായിരുന്നു, വിശദമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും KNM പള്ളിയിൽ തന്നെയാണ് ഖുതുബ പറഞ്ഞിരുന്നത്. അപ്പോൾ KNMുമായിട്ടൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ്, ഇതെല്ലാം ഒരു തരം നാടകീയമാണ് എന്നൊക്കെ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. മാരിവിൻ്റെ തൊട്ട് മുമ്പ് ബാങ്ക് വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇരിക്കുന്നത്. വല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി, അള്ളാഹുവാണ് സത്യം. ഞാൻ 2012 വിസ്ഡം സംഘടനയായി രൂപപ്പെടുന്നതിൻ്റെ പൂർവിക രൂപം ഉണ്ടല്ലോ, പഴയ രൂപം, സക്രിയ സലാഹിയൊക്കെ ഇറങ്ങി തിരിച്ച ആ കാലഘട്ടം മുതൽ വിസ്ഡമിൻ്റെ കൂടെ ഉണ്ട്. വിസ്ഡം പേര് സ്വീകരിച്ച് പുറത്തു വന്നത് മുതലും ഞാനുണ്ട്. 2019 6 മാസം വരെ ഞാൻ അവരെ കൂടെ തന്നെയാണ്. അതിനുശേഷം പിന്നീട് 20, 21, 22, 23, 24 ഈ 5 വർഷവും വിസ്ഡം വിഭാഗത്തിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ രഹസ്യമായി എന്തിരുന്നത്, കൂടെ ഉണ്ടായിരുന്നത്. ചികിത്സാ കാര്യങ്ങളെല്ലാം അവരുടെ എഗ്രിമെൻ്റ് അനുസരിച്ച് തന്നെ അവർ എന്നോട് രഹസ്യമായി സാജിദ് ചികിത്സിച്ചോ എന്നിട്ട് തൽക്കാലം മാറി നിന്നോ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അന്ന് മാറി നിന്നിരുന്നത്. പിന്നീട് ഞാൻ ഇവിടെ കൂരിയാട് ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് ഒരു പള്ളി തന്നെ നിർമ്മിച്ചു. ആ പള്ളി കേരളത്തിൽ റുഖിയ സെൻ്ററുള്ള ഏക പള്ളിയാണ്. സക്കരിയ സലാഹി പറഞ്ഞ, മുജാബ് ബാലുശ്ശേരി പറഞ്ഞ, അബൂബക്കർ സൽഫി പറഞ്ഞ ജിന്ന് അടിച്ചിറക്കൽ ചികിത്സാ കേന്ദ്രം വേണമെന്ന് പറഞ്ഞില്ലേ, ആ രൂപത്തിലൊരു പള്ളി തന്നെ കേരളത്തിലുണ്ടെങ്കിൽ അത് ഞാൻ ധാർമ്മികത്വം വഹിക്കുന്ന പള്ളിയാണ്. ആ പള്ളി പൂർണ്ണമായും എൻ്റെ പേരിൽ ആണ് ഉള്ളത്. അതിൻ്റെ വലിയൊരു ഫണ്ട് തന്നത് വിസ്ഡം വിഭാഗമാണ്, വിസ്ഡമാണ്. മുജാബ് ബാലുശ്ശേരി പച്ചക്ക് തുറന്നു പറഞ്ഞ കാര്യമാണത്. ഞങ്ങളാണ് ആ പള്ളി നിനക്ക് തന്നത്. അപ്പം രഹസ്യമായി എന്നോട് ഉള്ളിലൂടെ ജിന്ന് ചികിത്സാ പരിപാടികൾ നടത്താൻ വേണ്ടി പറയുകയും അത് രഹസ്യമായി നമ്മളെ പ്രവർത്തകർ ചെയ്തു കൊടുത്തോളൂ എന്ന് പറയുകയും എന്നിട്ട് അതിനുവേണ്ടി ഒരു പള്ളി തന്നെ വലിയൊരു തുക നൽകി നിർമ്മിച്ചു തരികയും ചെയ്ത് അങ്ങനെ ചെയ്ത ആളുകൾ. അപ്പോൾ അവിശുദ്ധമായ കൂട്ടുകെട്ട് എന്ന് KNMന്റെ പേരിൽ പറയണ്ട, നിങ്ങളുമായിട്ട് തന്നെയായിരുന്നു എന്ന് വ്യക്തമാണ്. പിന്നെ KNMന്റെ രജിസ്റ്റേർഡ് ഉള്ള പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 15 കിലോമീറ്റർ അപ്പുറത്ത് പെരിഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെയുള്ള 1-2 പ്രവർത്തകർ ഞാൻ ന്യൂട്രായി നിന്ന സമയത്ത് എന്നോട് ചോദിച്ചു, സാജിദ് രംഗാടി നിങ്ങളിപ്പം എന്തിനെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ KNMലും ഇല്ല, ഞാൻ വിസ്ഡമിലും ഇല്ല, ഞാനിപ്പോൾ ഒരു സ്വതന്ത്ര നിലപാടിലാണെന്നുള്ളത്. എങ്കിൽ നമ്മുടെ പള്ളിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഖുതുബ നിർവഹിച്ചുകൂടെ, കാരണം ഇവിടെ അങ്ങനെ കക്ഷിത്വമില്ല. KNM രജിസ്റ്റേർഡ് എന്നേ ഉള്ളൂ, പക്ഷെ അവിടെ അങ്ങനെ കക്ഷിത്വമില്ല, എല്ലാവരും സഹകരിച്ച് പോകുന്ന പള്ളിയാണ്. ശരി എന്ന് പറഞ്ഞ് ഞാൻ അതിൽ കയറി. പക്ഷെ അവരെന്നോട് ഇതുവരെ നിങ്ങൾ ചികിത്സിക്കാറുണ്ടോ, നിങ്ങളിപ്പോൾ റുക്കിയലുണ്ടോ, ഇതൊന്നും അവർക്ക് അറിയില്ല, അവിടുത്തെ പ്രവർത്തകർക്കും അറിയില്ല, അവർ ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനത് അങ്ങനെ എന്ത് ചെയ്തു, ഉള്ളിൽ കയറി ഖുതുബ നിർവഹിച്ചു. ഇനി കേരള പഞ്ചായത്തിൽ രജിസ്റ്റേർഡ് പള്ളിയിൽ തന്നെ വിസ്ഡം വിഭാഗത്തിൽ എത്രയോ മണ്ഡലം അതുപോലെ ജില്ലാ തലങ്ങളിലും പ്രഭാഷകന്മാരും ഖത്തീബുമാരുമായ അനവധി ആളുകൾ ഇന്നും ഖുതുബ നിർവഹിക്കുന്നുണ്ട്. അപ്പം അതേപോലെ വിസ്ഡം എന്നെ മാറ്റി നിർത്തിയപ്പോഴും ഞാൻ നിഷ്പക്ഷനാണ് എന്നും ഉള്ളത് കൊണ്ട് എന്നെ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പള്ളിയിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഞാനത് അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എന്നിട്ട് ഞാൻ ചികിത്സിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 തവണ ആരോപണം പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളെ പഴയ ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച്, അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഒരു ഒഴുക്കൽ മട്ടത്തിൽ അങ്ങനെ പറഞ്ഞു ചെയ്തു. അപ്പോഴും അവരെന്നെ കുറിച്ച് സംശയിക്കാതെ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നെ ഞാൻ KNMന്റെ പള്ളിയിൽ തന്നെ ആയിരുന്നു എന്ന് ഞാൻ അന്ന് വിസ്ഡമെന്ന് പോകുന്ന സമയത്തായാലും എനിക്ക് മനസ്സിൽ ഫുള്ളായിട്ട് ഈ ഒരു ചിന്തയും ഈ ജിന്ന് ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മർക്കസ് ദാവയും CD ടവറും ഒക്കെ എന്ത് ചെയ്തിരുന്നു, അക്കലാനികളാണ് എന്ന നിയത്തിലും ചിന്തയിലുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് അവരെ പറ്റി എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ മന്ത്രവാദി എന്ന് പുറത്ത് പറയുകയും എന്നിട്ട് അതേ മന്ത്രവാദിയായ ഞാൻ തന്നെ KNMന്റെ പള്ളിയിൽ ഖുതുബ പറയുകയും ചെയ്തു എന്ന് ഞാൻ അന്ന് ഹിസ്ബിയത്ത് കൊണ്ട് അന്ന് എൻ്റെ തലച്ചോറിൽ ഇത് മാത്രമേ ചിന്തയുള്ളൂ. പിന്നെയാണ് കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടുകൾ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ പ്രാമാണികമായി പഠിച്ചു. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്, ഞാൻ അതിലേക്ക് പൂർണ്ണമായും അടങ്ങി. അത്രയുള്ളൂ. അതുകൊണ്ട് അവിശുദ്ധ കൂട്ടുകെട്ട് ഒന്നും KNMായിട്ട് എനിക്കില്ല. പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നത് സജീവമായി തന്നെ ഞാൻ വിസ്ഡമിലായിരുന്നു. എൻ്റെ 2012 മുതൽ ഏകദേശം 2019 വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള CD നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം. വിസ്ഡമിൻ്റെ ബാനറിൽ വിസ്ഡമിൻ്റെ വേദിയിലാണ് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത്. അതിനുശേഷവും പിന്നെ അവരുമായി തന്നെ എനിക്ക് ബന്ധമുണ്ടായിരുന്നത്. എൻ്റെ ഒരു ചികിത്സക്ക് വന്നിരുന്നത് അവരുടെ ജില്ലാ മണ്ഡലം അതുപോലെ ഖത്തീബുമാരും എല്ലാവരുമായിരുന്നു എന്ന കാര്യം വ്യക്തമായിട്ട് സഹോദരങ്ങൾ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടോ
കുതന്ത്രങ്ങൾ കൊണ്ട് ഓട്ടയടച്ചാലൊന്നും വിസ്ഡം നിഗൂഢത പുറത്തു വരാതിരിക്കൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.